നമസ്കാരം. സന്ദീപ് വാര്യർ അഥവാ ചൊറിച്ചിൽ വാര്യർ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പെട്ടെന്നൊരു ദിവസം കരഞ്ഞു വിളിച്ച് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടിയ എക്സ് BJP നേതാവ് അഥവാ ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവ്. കോൺഗ്രസിന്റെ വക്താവ് എന്നാണ് പറച്ചിലെങ്കിലും കക്ഷിക്ക് ഇപ്പോഴും BJPയുടെ കാര്യത്തിലാണ് ആവലാതി മുഴുവൻ. ഇത്രയും ദിവസം BJP നിലമ്പൂരിൽ ആളെ നിർത്തുന്നില്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭീരുവിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു വാര്യറിന്റെ കരച്ചിൽ. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ വീണ്ടും കരച്ചിലാണ്. ഒരേ സ്വരത്തിൽ എല്ലാവരും ചോദിച്ചു പോവുകയാണ്, എന്താടോ വാര്യരെ താൻ നന്നാവാത്തതെന്ന്. ഇത്രയും നാൾ BJPക്ക് മത്സരിക്കാൻ ആളില്ല എന്നായിരുന്നു കരച്ചിൽ. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അതിനെതിരെയായി കുറ്റം. BJP വിരോധമാണ് ഇപ്പോഴത്തെ ആയുധം. സത്യത്തിൽ വാര്യരുടെ മാനസിക നില എത്രത്തോളം അപകടകരമായ വിധം അതം പതിച്ചുവെന്ന് താങ്കൾ തിരിച്ചറിയുന്നില്ല വാര്യരെ. അത്രത്തോളമുണ്ട് വാര്യറിന്റെ കുരുപൊട്ടൽ. സന്ദീപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റ് നോക്കാം. നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് ആണ്. നിലമ്പൂരിൽ NDA വിജയസാധ്യതയില്ല. അതുകൊണ്ട് തനിക്ക് പകരം രമണൻ ഗോദയിലേക്ക് ഇറങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാവം BDGS എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. എന്തായാലും വാര്യർക്ക് ചെറിയ ചൊറിച്ചിലൊന്നുമല്ല കേട്ടോ. BJPക്ക് വാര്യർ വക ഒരു ഫ്രീ പ്രൊമോഷൻ സന്ദീപ് വാര്യർ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ നടത്തുന്നുമുണ്ട്. ഒന്നുവിധം 3 നേരം BJPയെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ വാര്യറിന് ഒരു മനസമാധാനവും കിട്ടില്ല, ഉറക്കവും കിട്ടില്ല. രാഹുൽ മോദി എന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ മോദി കയറിയ പോലെ BJP എന്ന് പറഞ്ഞ് വാര്യർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഫ്രീ ആയിട്ട് BJPയുടെ ഒരു പ്രൊമോഷൻ നടത്തുകയാണ്. അതുമാത്രമല്ല, സന്ദീപ് വാര്യരെ ഒരു കാര്യം കൂടെ നോക്കണം. 2016 നിലമ്പൂരിൽ BDGS ആണ് NDAക്ക് വേണ്ടി മത്സരിച്ചത്. അന്ന് താങ്കൾ BJPയുടെ ഭാഗമായിരുന്നു. ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വെറുതെ വിവരക്കേട് പറയരുത്. നിലമ്പൂരിലെ ചേട്ടന്മാരോടാണ്. അവിടെ കോൺഗ്രസിന്റെ കൺവെൻഷനിൽ സ്റ്റേജിൽ ഈ വാര്യരേട്ടനെ ഒരു കസേര കൊടുത്ത് ഇരുത്തണം. കസേര എന്ന് പറഞ്ഞാൽ വാര്യർക്ക് ഭയങ്കര വിഘ്നസ. അതുമാത്രമല്ല, ഒരു 2 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും കൂടാതെ ഒരു പൊന്നാടയിട്ട് സ്വീകരിക്കാനും കൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ പിണങ്ങിപ്പോവും. കസേര കിട്ടിയില്ലെങ്കിൽ അപ്പോൾ വാര്യർ സ്റ്റേജിൽ നിന്നും പിണങ്ങി ഇറങ്ങും. ഇനി അഥവാ കസേര കിട്ടാഞ്ഞാൽ ഇങ്ങനെ പാർട്ടി വിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ടുകളയരുത്. വലിയൊരു മുതൽക്കൂട്ടാണ്. വലിയ പ്രയോജനമൊന്നും കോൺഗ്രസ്സുകാർക്ക് വാര്യരെ കൊണ്ടൊന്നും ഇല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടത്താനുള്ള ഒരു പരിപാടി വാര്യർക്ക് കൊടുത്താൽ അത് ചെയ്യും. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനായി മുസ്ലിം ലീഗിൻ്റെയും PV അൻവറിൻ്റെയും അടുക്കള പുറത്ത് കിടന്ന് യാചിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്ദീപിന് നട്ടലുണ്ടെങ്കിൽ അതിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ. അതല്ലേ ഒരു കോൺഗ്രസ്സുകാരൻ ആദ്യം ചെയ്യേണ്ടത്. ഏതെങ്കിലും BJP സംസ്ഥാന നേതാക്കളൊന്ന് ഈ പയ്യനെ ഒന്ന് മൈൻഡ് ചെയ്യൂ. ഇയാൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിന്നപ്പോഴും നിങ്ങൾ വേണ്ട പരിഗണന കൊടുത്തില്ല എന്നാണ് വാര്യർ പറഞ്ഞത്. ഇപ്പോൾ മറുകണ്ഠം ചാടി അവിടെ പോയി നിന്ന് രാവിലെ തുടങ്ങും BJPയെയും മോദിയെയും സംസ്ഥാന നേതാക്കളെയും ഉപദേശിക്കാൻ. കോൺഗ്രസിൽ ചെന്നപ്പോഴും ആരും വാര്യരെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു U-ടേൺ അടിക്കാനുള്ള താല്പര്യം വാര്യർക്കുണ്ട് എന്നതിൽ സംശയമില്ല. തിരിച്ച് BJPയിലേക്ക് വന്നാലോ എന്നൊരു മോഹവും വാര്യരുടെ മനസ്സിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമൊന്നും ആയില്ല, കുറച്ച് മാസങ്ങളോളമായി. കാരണം കോൺഗ്രസ്സിലോ മുസ്ലിം ലീഗിലോ ആരും ഒരു വില പോലും കൊടുക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു മാർച്ചിന് പോയി കഴിഞ്ഞാൽ BJPയുടെ ഇതിലായിരുന്ന സമയത്ത് പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ വാര്യർക്ക് അങ്ങ് ബാക്കിലോട്ട് അങ്ങ് പിന്മാറി ഓടി ഒളിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകനായതോടുകൂടി, അതായത് കോൺഗ്രസിൻ്റെ നേതാവായതോടുകൂടി അങ്ങനെ ഓടി ഒളിക്കാൻ പറ്റില്ല. അഥവാ ഓടി ഒളിച്ചാലും കോൺഗ്രസിലെ നേതാക്കൾ തന്നെ നേരെ പിടിച്ചുകൊണ്ട് ജലപീരികയുടെ മുന്നിലും പോലീസിന് അടിക്കത്തക്ക വിധം സന്ദീപ് വാര്യരെ പിടിച്ച് അവർ നിർത്തുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.